അനന്തന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അവൻ്റെ ഇന്നത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ ടെൻഡർ മറിച്ചു കൊടുത്തതിൻ്റെ പിന്നിൽ നമ്മളാണെന്ന് അവന് മനസ്സിലായി കാണുമോ? പിടിവീഴും മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ ഇല്ലാതാക്കണം. കൊല്ലാനോ? വേറെ വഴിയില്ല. 1 2 അല്ല, 10 കോടിയുടെ തിരിമറിയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അനന്തൻ്റെ മരണത്തിന് പിന്നിൽ ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് ഒരു സംശയവും തോന്നാത്ത രീതി വേണം അവനെ കൊല്ലാൻ. ആരും അറിയാതെ കാര്യങ്ങളെ നടത്തിത്തരാം, പക്ഷെ പറഞ്ഞ എമൗണ്ട് അതിനൊരു ബാർഗനിങ്ങുമില്ല. അനന്തനാ? ആ പറയടാ. എന്തോ പ്രശ്നമുണ്ട്. അത്യാവശ്യമായിട്ടൊന്ന് കാണണോ? നാളത്തെ സൂര്യോദയം അവൻ കാണരുത്. എന്താടാ പ്രശ്നം? കുറച്ച് നാളായിട്ട് ഞാനൊരു സ്വപ്നം കാണുമോ? സ്വപ്നോ? അത് സർവ്വസാധാരണല്ലേ? അങ്ങനെയല്ല, ഞാൻ കാണുന്ന ഒരു വിചിത്ര രൂപത്തെയാണ്. വിചിത്ര രൂപം? അതെ, എന്നെ വിടാതെ പിന്തുടരുന്ന ഒരു വിചിത്ര രൂപം. എന്താ ചേട്ടാ പ്രശ്നം? എന്ത് പ്രശ്നം? എന്താ ചേട്ടന്റെ പ്രശ്നം? ഞാൻ കുറച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താണേലും എന്നോട് പറ. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒന്നുമില്ല, മനസ്സമാനെന്താ? ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? എനിക്കറിയണം എന്നെ വിടാതെ പിന്തുടരുന്ന ആ ദുസ്വപ്നത്തിന്റെ അർത്ഥം. നീ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിന്നിൽ തന്നെയുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞേ? നീ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരം നിന്നിൽ തന്നെയുണ്ട്. അത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. അതീന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ് സ്വപ്നങ്ങളുടെ ലോകം. അതിങ്ങനെ ഓരോരുത്തരെ തേടി അലയുകയാണ് വിധികർത്താക്കളായിട്ട്. 2 തരമായിട്ടായിരിക്കും സ്വപ്നങ്ങളുടെ വരവ്: നിറമുള്ളതും നിറമില്ലാത്തതും. നിറമുള്ള സ്വപ്നങ്ങളുടെ അർത്ഥം ആർക്കും പ്രവചിക്കാനാവില്ല. നിറമില്ലാത്തതാണെങ്കിൽ പറയാനില്ല, അത് നടന്നിരിക്കും. ഇപ്പോഴും എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവായില്ല. ആ അമ്പലക്കുളത്തിൽ 3 തവണ മുഖം കഴുകി വരൂ, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അനന്ത,
ഞാനും വരാം. അരുത്. ഈ യാത്ര അയാൾ തനിച്ചായിരിക്കണം. ഈ രൂപമാണ് ഞാൻ സ്വപ്നത്തിൽ കാണാറുള്ളത്. ഏകാഗ്രതയോടെ നോക്കൂ. നീ കാണുന്ന വിചിത്ര സ്വപ്നം അത് നിന്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിന്റെ മരണവിധി. നിന്റെ മരണത്തിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. നിന്റെ മരണം ഒരിക്കലും ഒരു അപകടമരണമോ ആത്മഹത്യയോ കൊലപാതകമോ ആയിരിക്കില്ല. നിന്റെ സുഖദുഃഖങ്ങളിൽ നീ ആശ്വാസം കണ്ടെത്തുന്ന, നിന്റെ ഓരോ യാത്രകളിലും നീ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സുഹൃത്ത്. ആ സുഹൃത്ത് മൂലമായിരിക്കും നിന്റെ മരണം. ഇതിന് പരിഹാരമില്ലേ? അവൻ്റെ വിധി ദൈവത്താൽ എഴുതപ്പെട്ടത്. അതാർക്കും മായ്ക്കാനാവില്ല. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്റെ കൂട്ടുകാരൻ്റെ മരണം സംഭവിച്ചിരിക്കും. പിന്നെ ഈ പുള്ളി പറഞ്ഞതല്ലേ കാര്യം നടത്തുന്നത്. നീ പാടാ, നമുക്ക് കണ്ടനടിക്കാം. ഞാനില്ല, അതെന്നെ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. അതെന്നെ പറ്റി. ഞാൻ പോവാം. നിന്റെ മരണം ഒരിക്കലും ഒരു ആത്മഹത്യയോ അപകടമരണമോ കൊലപാതകമോ ആയിരിക്കില്ല. നിന്റെ മരണത്തിന് ഉത്തരവാദി നീ മാത്രമേ.